ഹലോ, നമസ്കാരം. ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. അതായത് നമ്മുടെ കേരളത്തിൽ ഒത്തിരി സാധ്യതകളുണ്ട്. ഇപ്പം ആൾക്കാർ പറയും വസ്തു മേടിക്കണ്ട, വസ്തുവിന് ഡിമാൻഡില്ല. ആൾക്കാർക്ക് എന്നാ ചെയ്യണമെന്നൊരു വിഷണറി ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പിൻ്റെ അഭാവമാണ് കേരളത്തിലെ വസ്തുവിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ നല്ല ക്രൗഡിനെ ഇവിടെ കൊണ്ടുവരും. നല്ല യുവാക്കളെന്ന് പറയുമ്പോൾ 30 വയസ്സോട് ഉള്ളവരല്ല, ഒരു നല്ലൊരു ക്വാളിറ്റി ക്രൗഡ് നമ്മുടെ കേരളത്തിൽ വരണം. അപ്പം അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കൊണ്ടുവന്നാലേ അവർ ഇവിടെ നമ്മുടെ നാട്ടിൽ വരത്തുള്ളൂ. ഞാൻ പറയുന്നത്, ഇപ്പം ആൾക്കാർ ഒരു ടൂറിസത്തിന് വേണ്ടി ഇവിടെ വരുന്നു. പക്ഷേ വേറെ തരത്തിലുള്ള ഒരു ടൂറിസം, ഒരു വളരെ ചെറിയൊരു ലാൻഡുള്ള ലാൻഡ് കൺവേർട്ട് ഒന്നേ അതൊരു ഒത്തിരി സ്ഥലമാണ്. നമ്മൾ കാര്യങ്ങൾ ഒത്തിരി സാധിക്കും. കാരണം നമ്മൾ സർക്കാർ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ സ്പോർട്സ് സ്റ്റേഡിയം നമ്മൾ ഒന്നാമത് എന്ന് പറയാൻ പോകുന്നുണ്ട്. നമ്മൾ ഒളിമ്പിക്സ് എത്രാമത്തെയാണ് നമുക്ക് ഇന്ത്യക്ക് വേൾഡ് കപ്പ് നടത്തുവാണ്. സൗത്ത് ആഫ്രിക്കയും ന്യൂസിലൻഡുമാണ് ഫൈനലിൽ വരുന്നത്. ന്യൂസിലൻഡ് എന്തൊരു ചെറിയ രാജ്യമാണ്. അവർക്ക് അത്രയും ക്വാളിറ്റി ഉണ്ട് അവരുടെ സ്പോർട്സ്. അവർ ക്രിക്കറ്റൊന്നും അല്ല അവരുടെ മെയിൻ ഗെയിം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ബേസ്ബോള്, റഗ്ബി, പിന്നെ റേസ് കോഴ്സ്, കുതിരപ്പന്തയത്തിൻ്റെയൊക്കെയുള്ള ഓട്ടം, അതിനുള്ള റേസ് കോഴ്സ്, അതൊന്നും കേരളത്തിലില്ല. അതൊക്കെ കേരളത്തിൽ കൊണ്ടുവരണം. അപ്പോൾ അതിനുവേണ്ടിയിട്ടുള്ള അക്കാഡമി, ഗോൾഫ് അക്കാഡമി, ഞാനൊരു ഗോൾഫ് കോച്ചിനോട് സംസാരിച്ചിരുന്നു ബാംഗ്ലൂരിലുള്ള. പുള്ളി പറഞ്ഞ 4 ഏക്കർ സ്ഥലം ലീസിനെടുത്ത് കിട്ടുവാണെങ്കിൽ ഇവിടെ വന്ന് കേരളത്തിൽ വന്ന് ഗോൾഫ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. കേരളത്തിലും ഉണ്ടായിരിക്കും ഗോൾഫ് പഠിപ്പിക്കുന്ന ആൾക്കാർ, അത് നമുക്ക് പിന്നീട് അന്വേഷിക്കാം. പക്ഷേ ഞാൻ പറയുന്നത്, ഇപ്പം നമുക്ക് ഒത്തിരി സാധ്യതകളുണ്ട്. നമുക്കൊത്തിരി കൾച്ചറൽ സെൻറ്റേഴ്സ്, ഹോബി സ്കൂളുകൾ. എൻ്റെ ഒരു പ്രൊജക്റ്റാണ് ഹോബി സ്കൂൾ, ഹോളിവുഡ് ഹോബി സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ ഇൻവെസ്റ്റേഴ്സിനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ, ഒരു മ്യൂസിക് റെക്കോർഡിംഗ് സ്റ്റുഡിയോ, പിന്നെ ബേക്കറി സാധനങ്ങൾ പഠിപ്പിക്കുന്ന പിന്നെ ഇത് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, സീ ഫുഡ്, മറ്റ് കോണ്ടിനെൻ്റൽ ഡിഷസ് ഇതെല്ലാം വെച്ച് പഠിപ്പിക്കുന്ന ഷെഫുമാരെ ഉൽപ്പാദിപ്പിക്കുന്ന വലിയൊരു ഹോട്ടൽ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെ ഒരു കഫേ, ഒരു വേൾഡ് യൂത്ത് ഹോസ്റ്റൽ, പിന്നെ ഫോറിനേഴ്സ് ഒത്തിരി വോളണ്ടിയേഴ്സിനെ കൊണ്ടുവരാനായിട്ട് എനിക്ക് പ്ലാനുണ്ട്, ഫോറിനേഴ്സിനെ. അപ്പം അത് പല സ്ഥലത്തും ഇറ്റ് ടേക്സ് സം ടൈം. നമ്മൾ തന്നെ ഒരു പേഴ്സണൽ ബ്രാൻഡൊക്കെ ആയിട്ട് മാറ്റിയാൽ നടക്കുകയുള്ളൂ. ഇറ്റ് ടേക്സ് ടൈം ടു ഗെറ്റ് ക്വാളിറ്റി ക്രൗഡ്. അപ്പം അങ്ങനെയൊക്കെ ഞാനൊരു സ്പിരിച്വൽ ആശ്രമം സ്ഥാപിക്കാനായിട്ടൊരു പ്ലാനിലാണ്. അപ്പം ഐ ഡോണ്ട് നോ എനിത്തിങ് മച്ച് ഇൻ ഡീറ്റെയിൽ, ബട്ട് ഞാൻ അങ്ങനെയല്ല പറയുന്നത്. എന്നാലും ഞാനൊരു എക്സ്പേർട്ടായിട്ടുള്ള ആളൊന്നുമല്ല അങ്ങനെ സ്പിരിച്വൽ മാറ്റേഴ്സിൽ. പക്ഷെ ബാക്കിയുള്ള ഒരു ഹോബി സ്കൂളാണ് എൻ്റെ ഒരു ഇനീഷ്യൽ പ്രോജക്റ്റ്. അവിടെ നമ്മൾ ഇങ്ങനത്തെ ഇവിടെ ഒരു ആർട്ട് ക്യാമ്പ്, ആർട്ട് ഗാലറി, സ്കൾപ്ചർ സ്റ്റുഡിയോ, സ്കൾപ്ചർ സ്കൂൾ, ഫൈൻ ആർട്സ് സ്കൂള്, ഇതെല്ലാം നമ്മളിവിടെ ഒരു വലിയൊരു ക്യാമ്പസിൽ ഒരു 100 ഏക്കറെങ്കിലും മിനിമം വേണം. അപ്പോൾ അത് എൻ്റെ നാട്ടിൽ കിട്ടാനുണ്ട്. ഞാൻ അടുത്തുള്ള സ്ഥലങ്ങളെല്ലാം മേടിക്കാനാണ് എൻ്റെ പ്ലാൻ.
അപ്പോൾ അത് വെച്ചിട്ട് നമ്മളവിടെ ഒരു ഫോറിൻ വോളണ്ടിയേഴ്സിനെ കൊണ്ടുവന്ന് നാട്ടിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നാട്ടുകാരുമായിട്ടൊരു യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാം പോലെ. അത് നാട്ടുകാർ യൂത്ത് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷൻ. അപ്പം ഒരു ഫോറിനേഴ്സ് വന്ന് അവർക്കറിയാവുന്ന കാര്യങ്ങൾ നാട്ടുകാരെ പഠിപ്പിക്കും, നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇവരെ പഠിപ്പിക്കും. ഇത് നല്ലൊരു പ്രൊജക്റ്റ് അല്ലേ. പിന്നെ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സോസേജ് ഉണ്ടാക്കുന്നത്. ഞാൻ ഗോവയിൽ കുറച്ചാണ് ഉണ്ടായിരുന്നു. ഗോവയിലൊക്കെ എന്ന് പറയാൻ സോസേജ് ഇസ് എ ബിഗ് ഹിറ്റ്. സോസേജ് ഉണ്ടാക്കുന്ന ഒരു സംഭവം, അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. അത് നമ്മുടെ വനിതകളെ, കുടുംബശ്രീ അങ്ങനെയൊക്കെയുള്ള ഗ്രൂപ്പുകളെ വെച്ചിട്ട്, യുവാക്കളെ ഒക്കെ വെച്ചിട്ട് നമ്മൾ സോസേജ് ഉണ്ടാക്കുന്ന ഒരു അത് നമ്മൾ പ്രോഡക്റ്റ്സ് ഔട്ട്സൈഡ് വിൽക്കുന്നു. മറ്റ് കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ടൗണുകളിൽ വിൽക്കുന്നു. ഇതൊക്കെയാണ് എൻ്റെ പരിപാടി. പിന്നെ ഓർഗാനിക് ഫുഡ് എന്ന് പറയുന്നത് തന്നെ ഓർഗാനിക് ഫുഡ്, വെജിറ്റബിൾസ് ഒക്കെ, പച്ചക്കറികളെല്ലാം നമ്മൾ ഓർഗാനിക് വളങ്ങളൊക്കെ ഉപയോഗിച്ച് വളരെ വൃത്തിയായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. പിന്നെ ഒരു ക്യാമ്പിംഗ് സൈറ്റ് സ്ഥാപിക്കാൻ പ്ലാനുണ്ട്. പിന്നെ നമ്മൾ ഗോവയിലൊക്കെയുള്ള ഒരു ബീച്ച് ബെഡൊക്കെ വെച്ചിട്ട് ഒരു ഓപ്പൺ തിയേറ്റർ പോലെ ഒരു സംഭവം, സിനിമ കാണാവുന്ന ഒരു രീതിയിൽ. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫോറിൻ ലാംഗ്വേജ് എഡ്യൂക്കേഷൻ. നമ്മൾ എത്രത്തോളം ഭാഷ പഠിക്കാമെന്ന് ഉള്ളതെന്ന് അതാണ് ഏറ്റവും നല്ലത്. എത്രത്തോളം കൂടുതൽ ഭാഷ പഠിക്കാവോ അത്രത്തോളം നമുക്ക് നല്ലതാണ്. നമ്മളൊരു ഭാഷയെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. അപ്പം അത് നമ്മൾ ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഈ ഫോറിൻ ലാംഗ്വേജ് പഠിച്ചിട്ട് ഇപ്പം ഞാനും ഗോവയിലായിരുന്നുകൊണ്ട് പറയാം, ഈ ടൂറിസം ഏരിയകളിൽ ഞാൻ കണ്ടൊരു അനുഭവം, എനിക്കറിയാവുന്നൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഈ കർണാടകയിൽ നിന്നൊക്കെ ആൾക്കാർ ഗോവയിൽ ജോലിക്ക് വരും കേട്ടോ. അവർ ഭർത്താക്കന്മാർ എന്തെങ്കിലും ചെറിയൊരു ബിസിനസ്സൊക്കെ ആയിട്ട് ഇറങ്ങും. അതായത് ഈ കരിക്കും വെള്ളം കുടിക്കുന്നതൊക്കെ ആയിട്ടുള്ള ബിസിനസ്. അപ്പോൾ അവരുടെ കുട്ടികളും അവരുടെ കൂടെ കാണും. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് സ്കൂളൊന്നുമില്ല. പക്ഷെ അവർ പഠിക്കുന്നുണ്ടോയെന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷെ അവർ ഈ കൊച്ചു പിള്ളേരെ, ഒരു 4-5 വയസ്സുള്ള 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേർ, അവരെത്ര ഭംഗിയായിട്ട് ഫോറിൻ ലാംഗ്വേജ് പറയുന്നു. ഇറ്റാലിയൻ, സ്പാനിഷ്, ജർമ്മൻ, ഫ്രഞ്ച്, ഇതെല്ലാം ഭാഷകളും അവർക്കറിയാം. അപ്പം അതൊരു ഭയങ്കര അത്ഭുതമല്ലേ. ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഇപ്പം തിരുവനന്തപുരത്ത് ഫിലിം വെക്കുവാണെങ്കിൽ നമ്മളെല്ലാവരും സിനിമ കാണാൻ പോകും. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഫിലിം സൊസൈറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിദേശ സിനിമകൾ കാണും. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞു, നമ്മുടെ ഫോറിൻ തിയേറ്റർ വിദേശ ട്രൂപ്പുകളൊക്കെ ഇവിടെ നാടകം അവതരിപ്പിക്കാൻ നമ്മൾ കാണാറുണ്ട്. പിന്നെ വിദേശ ടൂർ, അതുപോലെ തന്നെ നമ്മുടെ ഷോർട്ട് ഫിലിംസ്. അപ്പം നമ്മുടെ കുട്ടികൾ തന്നെ നമ്മുടെ നാട്ടിൽ നിന്നിട്ട് ഈ വിദേശ ഭാഷകൾ പഠിച്ചിട്ട്, എന്നിട്ട് ആ വിദേശ ഭാഷ പഠിച്ചുകൊണ്ട് തന്നെ അതേ ഭാഷ ഉപയോഗിച്ച്, ഇപ്പം ഫ്രഞ്ച് ആണെങ്കിൽ ഫ്രഞ്ച് ഭാഷ ഉപയോഗിച്ച് ഫ്രഞ്ചിൽ നമ്മുടെ നാട്ടുകാർ തന്നെ ഒരു നാടകം അവതരിപ്പിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ തന്നെ ഒരു ഫ്രഞ്ച് ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നു. അപ്പോൾ അതിൽ കൂടെയാണ് നമ്മൾ ഒരു കലാപരമായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഈ വിദേശ ഭാഷ ഉപയോഗിക്കുക. അപ്പം എൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്നു പറഞ്ഞാൽ, ഇപ്പം നമ്മൾ മലയാളം പഠിക്കുന്നു. നമ്മൾ എന്തുകൊണ്ട് വിദേശത്ത് മലയാള ഭാഷ പ്രചരിപ്പിച്ചുകൂടാ? ഇപ്പം നമ്മുടെ മീഡിയ ഹൗസസും പബ്ലിക്കേഷൻസും
ബുക്ക് പബ്ലിക്കേഷൻസ് ഒക്കെ ആയിട്ടുള്ള പബ്ലിക്കേഷൻ ഡിവിഷൻസ് ഒക്കെ പുസ്തക ഒക്കെ വിൽക്കുന്നവരും ഒക്കെ അവർ കുറച്ച് ഇൻസെക്യൂറാണ്. മലയാളം എങ്ങോട്ട് പോകും, ആൾക്കാർ മലയാളം വായിക്കുന്നുണ്ടോ, പുതിയ കുട്ടികൾ കൂടുതൽ ഇംഗ്ലീഷാണോ വായിക്കുന്നത്, അവർക്കൊരു ഡൗട്ടാണ്. അപ്പോൾ ഇപ്പം ഞാൻ പറയുന്നത്, നമ്മൾ എന്തുകൊണ്ട് മലയാള ഭാഷയെ വിദേശത്തൊക്കെ പ്രചരിപ്പിച്ചുകൂടാ? അപ്പം അതാണ് വേണ്ടത്. അങ്ങനെ ഒരു ലാംഗ്വേജിന് ഒരു ഭാഷ ഒരു റീജിയണൽ ലിമിറ്റ്സ് ഇല്ലാതെ വളരെ സാധിക്കത്തുള്ളൂ. നമ്മളിടയ്ക്ക് വീഡിയോ കാണാറുണ്ടല്ലോ, നമ്മൾ പുറത്തുള്ള അമേരിക്കയിലെ എന്തോ പ്രൊഫസർ മലയാളം ഭാഷ പഠിക്കുകയും അതിനെക്കുറിച്ച് റിസർച്ച് നടത്തുകയും ചെയ്യുന്ന ഒരു പ്രോസസ് നമ്മുടെ എവിടെയോ പത്രത്തിൽ വായിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവം കൂടുതൽ ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ആശംസിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഞാൻ ഇൻവെസ്റ്റേഴ്സിനെ ക്ഷണിക്കുകയാണ്. പല പ്രോജക്റ്റുണ്ട്. ഒന്നാമത് ഈ സ്പിരിച്വലായിട്ടുള്ള ഒരു ഹോളിവുഡ് ഹോബി സ്കൂളാണ്. ഞങ്ങളുടെ സ്പിരിച്വൽ ആശ്രമം പ്രോജക്റ്റാണ്. അത് സദ്ഗുരുവിനെ ഉൾപ്പെടെ ഒരു ആശ്രമം പണിയാനാണ് കേരളത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അത്രയും വലുതായില്ലെങ്കിൽ ചെറിയൊരു രീതിയിൽ ഞങ്ങളുടെ നാട്ടിലൊരു വിദേശ വോളണ്ടിയേഴ്സൊക്കെ പ്രവർത്തിക്കുന്ന രീതിയിൽ ഒരു ആശ്രമം പണിയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നു. അത് അത്ര സ്പിരിച്വലാണെന്ന് ഞാൻ പറയുന്നില്ല. കൂടുതലും ഒരു ഹോബി സ്കൂൾ എന്നുള്ള രീതിയിൽ ഹോബി എഡ്യൂക്കേഷൻ, ഒരു സാംസ്കാരിക കേന്ദ്രം പോലെ ആയിരിക്കും. ഈ കൂടുതലും പഠിക്കാനും ഒരു ഹോബികൾ പഠിക്കാനും അത് പരിശീലിക്കാനും അത് കണ്ടിന്യൂസ്ലി അവിടെ തന്നെ നിന്ന് പരിശീലിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആർട്ട് ക്യാമ്പ് പോലെയും അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവമായിരിക്കും അത്. അപ്പോൾ അതിനുവേണ്ടി പല കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതിന് നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ വേണം. നമ്മൾ ഒന്നുകിൽ അത് ട്രസ്റ്റായിട്ട് രൂപീകരിക്കും, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനിയായിട്ട് രൂപീകരിക്കും എന്ന് ഉദ്ദേശിക്കും. പിന്നെ ഇതിൻ്റെ പല ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, വേറെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മൾ പല പുതിയ ഐഡിയാസ് ഉണ്ട്. അപ്പോൾ ഞാൻ പല കാര്യങ്ങളിലും നമ്മൾ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും നിരീക്ഷിക്കാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പുതിയ ഓരോ ബിസിനസ് ഐഡിയ എൻ്റെ മനസ്സിലുണ്ട്. അതിന് നമുക്കൊരു ടീം വേണം, ടീം ഓഫ് വോളണ്ടിയേഴ്സ്. അവർക്കതിനകത്ത് ഒരു പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ എന്നുള്ള രീതിയിലൊരു അവർക്കും അതിനകത്ത് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അത് അങ്ങനെ ഒരു രീതിയിൽ നമ്മളൊരു നല്ലൊരു ടീമിനെ വാർത്തെടുത്തുകൊണ്ട് പിന്നെ ഭാവിയിൽ ഒരു പ്രൈവറ്റ് ബിസിനസ് സ്കൂളൊക്കെ, പ്രാക്ടിക്കൽ ബിസിനസ് സ്കൂളും സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നു. പ്രായോഗികമായിട്ടുള്ള രീതിയിൽ നമ്മൾ ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന അങ്ങനെ നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ ക്ഷണിക്കുകയാണ്. കൂടുതലും ഒത്തിരി ഗ്രീഡിയായിട്ടുള്ള ആൾക്കാരെ നമുക്ക് വേണ്ട. നമ്മൾ ഒത്തിരി നമുക്ക് സെർട്ടൻലി അതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാകും. ഇറ്റ്സ് എ ലോങ് ടൈം. വി ഹാവ് ടു ട്രസ്റ്റ് ദ പ്രോസസ്, ഇറ്റ് വിൽ ഹാപ്പൻ. അപ്പം പല രീതിയിൽ ഒന്ന് ഈ സ്പിരിച്വൽ ഹോബി സ്കൂള്, പിന്നെ ബിസിനസ് കമ്പനി ഫോർ പ്രോഫിറ്റിന് വേണ്ടി തന്നെയുള്ളൊരു കമ്പനി ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ സ്പോർട്സ് ട്രെയിനിങ് സ്കൂള്, പിക്കിൾ ബോൾ കോർട്ട്, ടെന്നീസ് അക്കാഡമി, ഇങ്ങനെ പല സംഭവങ്ങളും നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് വേണം. ഗോൾഫ് അക്കാഡമി ഉണ്ട്, പിന്നെ അങ്ങനെ പല സംഭവങ്ങളും വരുന്നുണ്ട്. ബേസ്ബോൾ അക്കാഡമി, ബേസ്ബോളൊന്നും കേരളത്തിൽ പോപ്പുലറേ അല്ല. പിന്നെ ഒളിമ്പിക്സിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രിപ്പറേഷൻ ചെയ്യാനുള്ളൊരു അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ നമ്മുടെ നാട്ടിലെ കേരളത്തിൽ മാത്രമായിരിക്കില്ല ഭാവിയിൽ. ഞാനൊരു മതത്തിൻ്റെയും ആളല്ല. ഞാൻ ജനിച്ചത് ക്രിസ്ത്യാനിയായിട്ടാണേലും ഞാൻ ഒരു മൾട്ടി റിലീജിയസ് പേഴ്സണാണ്. ഞാൻ എല്ലാ മതത്തിലും നല്ല കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ ഇന്ന മതത്തിൽ ജനിച്ചെന്ന് പറഞ്ഞത് ആരുടെയും കുറ്റമല്ല, മനസ്സിലായി.
നമ്മൾ ഒരു നമ്മൾ സിഖ് മതത്തിൻ്റെയും ജൂത മതത്തിൻ്റെയും ഒക്കെ നമ്മൾ നല്ല കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാ മതങ്ങളിലും നല്ല കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുന്ന ഒരു ഒരു മൂവ്മെൻ്റായിട്ട് കൂടുതലും മതത്തിനിവിടെ പ്രാധാന്യമില്ല. നമ്മൾ കൂടുതൽ യോഗയൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഇതായിരിക്കും. പിന്നെ നമ്മൾ അങ്ങനെ ഒരു പോണ്ടിച്ചേരിയിലേക്ക് പോലെ നമ്മൾ നല്ലൊരു ഒരു സംഭവമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യുക. നിങ്ങളിത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എന്നെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്യുക. ഞാൻ എൻ്റെ നമ്പർ ഈ വീഡിയോയിൽ കൊടുക്കുന്നതായിരിക്കും, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വാട്സാപ്പിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക. വളരെ ഉപകാരമായിരിക്കും. ഞാനൊരു 2014 തൊട്ട് ഇതൊക്കെ പ്ലാൻ ചെയ്തത്, അതിനു മുമ്പേ പ്ലാൻ ചെയ്യുന്നതാണ്. പക്ഷേ എങ്കിലൊരു കൂടുതലും ഞാൻ ഈ പേജൊക്കെ രൂപീകരിക്കാൻ തുടങ്ങി, ഫേസ്ബുക്ക് പേജ് ഫോം ചെയ്തത് 2014 എൻ്റെ ഓർമ്മ. അപ്പോൾ എനിക്കൊരു വിഷയമുണ്ട്, ഞാൻ അതിനനുസരിച്ചിട്ടാണ് പോകുന്നത്. നമ്മൾ ഒരു ഗ്രേറ്റ തുൻബർഗിനെ പോലെയുള്ള ഒക്കെ ഉള്ളവരെ ഒരു റോൾ മോഡലായിട്ടാണ് കാണുന്നത്. അങ്ങനെയൊക്കെ ഉള്ളവരെ അങ്ങനെയൊക്കെ ഉള്ളവരെയൊക്കെ നമുക്കൊരു ഇന്ത്യയുടെ ഒരു നിലവാരം തന്നെ മാറ്റിയെടുക്കണം. കാരണം ഇന്ത്യ നമുക്ക് ഇത്രയും പോപ്പുലേഷൻ ഉണ്ട്. പക്ഷെ നമ്മുടെ ഈ പോപ്പുലേഷനെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സ്ട്രെങ്താണ് ഒരു രാജ്യത്തിൻ്റെ. അതിനെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതിൽ ഐ ആം വെരി അൺഹാപ്പി അബൌട്ട് ദാറ്റ്. നമ്മൾ സ്പോർട്സിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ